ഇത് മനോഹരമായ ഒരു കാട്ടിൽ നടക്കുന്ന കഥയാണ്. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങൾ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ ലോകത്തിലെ ഭയങ്കരമായ ജീവിയും ഏറ്റവും സുന്ദരമായ ജീവിയും ഉണ്ടായിരുന്നു. അവിടെ വിശാല ഹൃദയനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അവന് വേട്ടയാടുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ഒരു കുറുക്കത്തിയും മുയലച്ചനും കൂടി സംസാരിക്കുകയായിരുന്നു. കുറുക്കത്തി, നിനക്കറിയാവോ, അയൽക്കാട്ടിലെ സിംഹം അവിടുത്തെ മൃഗങ്ങളെല്ലാം വേട്ടയാടി കൊന്നു തിന്നുവത്രേ. നമ്മുടെ സിംഹരാജാവോ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കില്ല. വാസ്തവമാണ് നീ പറഞ്ഞത് മുയല. നമ്മുടെ സിംഹരാജാവ് സന്മനസ്സുള്ളവനാ. നമ്മുടെ രാജാവ് പുല്ല് തിന്നുന്നവനല്ലേ. എന്താ അല്ലേ? അപ്പോൾ അവിടെ ചിണ്ടു എലി തുള്ളിച്ചാടി എത്തി. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഒരു സിംഹം സിംഹമായിട്ടില്ലെങ്കിൽ പിന്നെ ഈ കാട്ടിന് എന്ത് പ്രയോജനം? ശരീരം കൊണ്ട് ഒരു സിംഹവും മനസ്സും പ്രവൃത്തിയും കൊണ്ട് ഒരു എലിയും. എലിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഈ സംസാരം മുഴുവൻ സിംഹം അവിടെ നിന്ന് കേട്ടു. അവനതൊട്ടും ഇഷ്ടമായില്ല. മൃഗങ്ങളൊക്കെ തന്നെ പരിഹസിക്കുന്നതായിട്ടാണ് അവന് തോന്നിയത്. ഒരു ദിവസം സിംഹം ഒരു മരത്തിൽ നിന്നും ഒരു പഴം പറിച്ച് കഴിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി പോയിക്കൊണ്ടിരുന്ന ഒരു ആന പഴം കഴിച്ചുകൊണ്ടിരുന്ന സിംഹത്തെ കണ്ട് ഇങ്ങനെ പറഞ്ഞു: എടാ സിംഹമേ, നീ നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ സിംഹവംശത്തിന് അപമാനമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേൾഡ് സിംഹം അസോസിയേഷൻ നിന്നെ പുറത്താക്കും. ഞാനൊരു വിശേഷപ്പെട്ട സിംഹമായി ജനിച്ചതിൽ എൻ്റെ തെറ്റ് എന്തിരിക്കുന്നു? ഭഗവാൻ എന്നെ വിശേഷമായാണ് സൃഷ്ടിച്ചത്. എനിക്കൊന്നിനെയും വേട്ടയാടുന്നത് ഇഷ്ടമല്ല. ഓഹോ, നീ ഒരു വിചിത്ര സിംഹം തന്നെ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നീ അത്രയ്ക്ക് അശക്തനല്ലേ. നീ ഒരു ഭീരുവാണ്. സിംഹം ആന പറഞ്ഞതിന് മറുപടി കൊടുത്തില്ല. പഴം പറിക്കുന്നതിൽ തിരക്കിലായിരുന്നു അവൻ. ഇങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും സിംഹത്തെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളൊക്കെ സിംഹരാജാവിനെ അപമാനിക്കാൻ തീരുമാനിച്ചു. നമുക്കേ നമ്മുടെ സിംഹരാജാവിനെ ഒന്ന് ചുറ്റിച്ചാലോ? എടാ മോയലേ, നീ പറയുന്നത് ശരിയാണ്. ഈ സിംഹത്തിന് നമ്മളെ ഒരു ചുക്കും ചെയ്യാനാവില്ല. അങ്ങനെ ആന സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. സിംഹരാജാവേ, നിനക്ക് ഞങ്ങളോടൊപ്പം കളിക്കാൻ ഇഷ്ടമാണോ? എന്തിന്? നിങ്ങളെല്ലാം എന്നെ കളിയാക്കുന്നവരല്ലേ. ഇപ്പോ കളിക്കാൻ വിളിക്കുന്നത് എന്തിനാണാവോ? ആരാ പറഞ്ഞ ഞങ്ങൾ നിന്നെ കളിയാക്കാറുണ്ടെന്ന്? നീ വാ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. അങ്ങനെ സിംഹം ആനയോടൊപ്പം പോയി. കാട്ടിലെ മൃഗങ്ങളൊക്കെ തൊട്ടുകളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഒരുക്കിയ കെണിയിൽ സിംഹം വീണു. തലകീഴായി തൂങ്ങിക്കിടന്ന സിംഹം രക്ഷപ്പെടാനായി ശ്രമിച്ചു. അതനുവദിക്കാതെ മൃഗങ്ങൾ സിംഹത്തെ അടിച്ചു പരത്തി. സിംഹത്തിന്റെ ശരീരം എന്ന് മുറിവേറ്റി. എന്തൊരു രസമാണ് സിംഹത്തെ ഇടിച്ചു കളിക്കാൻ. ഇവൻ സിംഹങ്ങൾക്ക് തന്നെ അപമാനമാണ്. ഇവൻ എലിയായി ജനിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഗുണം കിട്ടിയേനെ. എടാ മൂഷിക, നീ പറഞ്ഞത് ശരിയാണ്. ഇവന് വേട്ടയാടാനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇവനൊരു ഹൈബ്രിഡ് സിംഹമാണെന്നാണ്. ഇങ്ങനെ പറഞ്ഞ് പരിഹസിച്ച ശേഷം അവരൊക്കെ സിംഹത്തെ അവിടെ ഉപേക്ഷിച്ചു പോയി. സിംഹം കരഞ്ഞ് കരഞ്ഞ് എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് താഴേക്ക് ഇറങ്ങി തന്റെ ഗുഹയിലേക്ക് പോയി. ഈശ്വരനെ വിളിച്ച് പരാതി പറഞ്ഞു: എൻ്റെ ഭഗവാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എൻ്റെ തെറ്റെന്താണെന്ന് പറയൂ. എനിക്ക് മൃഗങ്ങളെ കൊല്ലാൻ ഇഷ്ടമല്ല. ഇതെങ്ങനെയാണ് എൻ്റെ തെറ്റാകുന്നത്? എല്ലാ മൃഗങ്ങളും എന്നെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുഹയുടെ പുറത്ത് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സിംഹം എത്തി. അവൻ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി വന്നു. എന്ത് പറ്റിയടോ? നീ എന്തിനാ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്? ഗർജിക്കേണ്ട സിംഹം കരയുന്നോ? ഞാനൊരു സാധാരണ സിംഹമല്ല. ഞാനൊരു പേടിത്തൊണ്ടനാണ്, ഒരു ഭീരുവാണ്. എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ സിംഹങ്ങൾക്ക് തന്നെ അപമാനമാണെന്ന്. ഞാൻ ആരെയും വേട്ടയാടാറില്ല. അതുകൊണ്ടാണ് എല്ലാവരും എന്നെ പരിഹസിക്കുന്നത്. ഞാനൊരു മിക്സ് ബ്രീഡാണത്രേ. ഞാൻ ശരിക്കുള്ള ഒരു സിംഹമല്ലത്രേ. താൻ വിഷമിക്കാതെ ഇരിക്കെ. നീ എൻ്റെ ഗുഹയിലേക്ക് ചെല്ല്. ഞാനല്ലേ നിന്റെ കൂടെ. അവിടെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. സിംഹം പരദേശി സിംഹത്തിന്റെ ഗുഹയിലെത്തി. പരദേശി സിംഹം പറഞ്ഞു: ഞാനൊരു മാന്ത്രിക സിംഹമാണ്. ഇതാണ് എൻ്റെ ഗുഹ. എൻ്റെ ഗുഹയിൽ ആരൊക്കെ ഇതുവരെയ്ക്കും വന്നിട്ടുണ്ടോ അവരെന്തെങ്കിലും ഒന്ന് നേടിയിട്ടേ പോകാറുള്ളൂ. ഞാനിതാ നിനക്ക് സ്വർണ്ണ ചിറകുകൾ സമ്മാനിക്കുന്നു. ഈ ചിറകുകൾ കൊണ്ട് നിനക്ക് പറക്കാൻ മാത്രമല്ല, ഇത് നിന്നെ ഒരു പൂർണ്ണ ശക്തിമാനാക്കും. ആർക്കും നിന്നെ ഇനി തോൽപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. മാന്ത്രികൻ സിംഹം
തന്റെ മന്ത്രശക്തി കൊണ്ട് സ്വർണ്ണ ചിറകുകൾ നൽകി. ഇത് കണ്ട് സിംഹരാജാവ് സന്തുഷ്ടനായി. വാവ്, ഇനി വേണം ആ മൃഗങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ. ഞാനൊരു പ്രാവശ്യം പറന്നു നോക്കട്ടെ. അതിനെന്താ, ഗുഹയുടെ പുറത്തു പോയി പറന്നോളൂ. അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇല്ല, ഞാൻ തിരിച്ചു പോയി ആ മൃഗങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് താങ്കൾ പറയുന്നത് കേൾക്കാം. സിംഹം ഗുഹയുടെ പുറത്തു വന്നു നിന്നു. പിന്നെ അവിടെ നിന്നും സ്വർണ്ണ ചിറകുകൾ വീശി പറന്നുയർന്നു. തിരിച്ചു വന്ന സിംഹം ഓരോ മൃഗങ്ങളെയും പൊക്കിയെടുത്ത് താഴെയിട്ട് പ്രതികാരം തീർത്തു. പുതിയതായി കൈവന്ന ശക്തിയിൽ സിംഹം മതിമറന്നു. അവനിപ്പോൾ മനുഷ്യരെയും അപകടപ്പെടുത്താൻ തുടങ്ങി. എല്ലാവരും പേടിച്ചോടി. അവൻ എവിടെയൊക്കെ പറന്നുയർന്നുവോ അവിടെയുള്ള മൃഗങ്ങളൊക്കെ ഭയന്നോടി. അയ്യോ, ഓടിക്കോ ഓടിക്കോ, സ്വർണ്ണ ചിറകുള്ള സിംഹം വന്നിരിക്കുന്നു, നമ്മളെ കണ്ട അവൻ കൊല്ലും, വേഗം ഓടിക്കോ. സ്വർണ്ണച്ചിറകിൽ മതിമറന്ന സിംഹത്തിന് മനസ്സിലായില്ലായിരുന്നു അവൻ എത്രമാത്രം ജീവികളെയാണ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഈ സ്വർണ്ണ ചിറക് കിട്ടിയ ശേഷം എൻ്റെ ജീവിതം തന്നെ പച്ച പിടിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഈ കാട് അടക്കി ഭരിക്കും. ആർക്കും ഇനി എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ കാടിൻ്റെ ചക്രവർത്തിയാണ്. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി. ശക്തിയിൽ ഭ്രമിച്ച സിംഹം കൊന്നുതള്ളിയ മൃഗങ്ങൾക്ക് കണക്കില്ല. സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അവിടെ ഒത്തുകൂടിയവർ. സിംഹം അവിടെയും പറന്നിറങ്ങി. അവരെ കണ്ട സിംഹം ഒന്നും പറയാതെ അവരെ കൊല്ലാൻ പറന്നുയരാൻ ഒരുങ്ങി. പക്ഷേ പറന്നുയരാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ ചിറകുകൾ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. കുറച്ചുയർന്ന സിംഹം ചിറകുകൾ പ്രവർത്തിക്കാത്തതാൽ തലകുത്തി താഴെ വീണു. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് പറക്കാനായില്ല. അയ്യോ, ഇതെന്താ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നെൻ്റെ സ്വർണ്ണ ചിറകുകളിന് എന്തു പറ്റി? തകരാറിലാണല്ലോ. അപ്പോൾ അവൻ ഒരു അശരീരി കേട്ടു. സിംഹരാജാവേ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് കേൾക്കണമെന്ന്. ഈ സ്വർണ്ണ ചിറകുകളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നീ അറിഞ്ഞിരിക്കണമെന്ന്. പക്ഷെ നീ ഒന്നും കേൾക്കാൻ നിന്നില്ല. മാന്ത്രിക സിംഹമേ, ഇപ്പൊ എന്റെ ചിറകുകൾ പ്രവർത്തിക്കുന്നില്ല. ഇനി മുതൽ നിന്റെ ചിറകുകൾ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. കാരണം നീ ഇതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോയിരിക്കുന്നു. ഇതാണ് ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത്. നീ ഇത് തെറ്റായി ഉപയോഗിച്ചാൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോകുമെന്ന്. അതുമാത്രമല്ല, നീ പാവപ്പെട്ട മനുഷ്യരെ അപകടപ്പെടുത്തി. ഇതിന്റെ ഫലമായി നിന്റെ വലിപ്പം കുറഞ്ഞു പോവും. നീ ഒരു ദുർബല ജീവിയാകും. ആ അശരീരി മാഞ്ഞുപോയി. പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണ ചിറകുകൾ നഷ്ടപ്പെട്ട സിംഹം വലിപ്പവും കുറഞ്ഞ് ദുർബലനായ ഒരു കുഞ്ഞു സിംഹമായി മാറി. കോപിഷ്ഠരായ മൃഗങ്ങളൊക്കെ ആ സിംഹത്തെ അടിച്ചും ഇടിച്ചും കൊന്ന് പ്രതികാരം തീർത്തു. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാം. നമ്മുടെ കഴിവുകളെ നാം ഒരിക്കലും തെറ്റായി ഉപയോഗിക്കരുത്. ഇല്ലെങ്കിൽ അവരുടെ അന്ത്യം ഇതുപോലെ തന്നെയായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം, വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ?